മിൻസ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എംഐയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ബാൻഡായ MI Band 4നെ കുറിച്ചിട്ടാണ്. MI Band 4 ലാസ്റ്റ് വീക്കാണ് MI ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2300 രൂപയാണ്. ഇത് ആമസോണിലും MI സ്റ്റോറിലും എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ ബാൻഡിനെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഇതിൻ്റെ യൂസസ്. ഇതൊരു ഫിറ്റ്നസ് ബാൻഡാണ്, അതിന് പുറമെ ഒരു സ്മാർട്ട് വാച്ച് കൂടെയാണ്. MI Band 2, MI Band 3 തുടങ്ങിയ എല്ലാ ബാൻഡും ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആൾമോസ്റ്റ് 10 ഡേയ്സ് ആയിട്ടുകൊണ്ട് ഞാൻ ഈ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം എന്നാണ് കരുതുന്നത്. ഈ ബാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ഒരു ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്മാർട്ട് ബാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് 2 യൂസസ് ഉണ്ടായിരിക്കാം. ഒന്നാമത്തത് അതിൻ്റെ മെയിൻ ഫോക്കസ് ആയ ഫിറ്റ്നസ്. രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്മാർട്ട് വാച്ച് ഫീച്ചേഴ്സ്. എന്തെല്ലാമാണ് MI നമുക്ക് ഈ ബാൻഡിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഫിറ്റ്നസ്സിലൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് എക്സസൈസിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ബാൻഡ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഫിറ്റ്നസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് ട്രാക്കിംഗ് തന്നെയാണ്. നമ്മൾ ഒരു ദിവസം എത്ര ദൂരം നടന്നു, എത്ര കിലോമീറ്റർ നമ്മൾ ഓടി, നമ്മുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് ട്രാക്കിംഗ്. രണ്ടാമതായിട്ട് ഇതിൻ്റെ സ്ലീപ്പ് ട്രാക്കിംഗ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ബാൻഡിൽ MI സ്ലീപ്പ് ട്രാക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ബാൻഡ് ഫുൾ ടൈം ഉപയോഗിച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ ബാൻഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ്, എത്ര മണിക്കൂർ ലൈറ്റ് സ്ലീപ്പ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹെർട്ട് റേറ്റ് മോണിറ്ററിങ്. നമ്മുടെ ഹെർട്ട് റേറ്റ് എത്രയാണ്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെർട്ട് റേറ്റ് എത്രയൊക്കെയാണ് വരുന്നത്, നോർമൽ എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ MI ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. റണ്ണിങ്, ട്രേഡ്മിൽ, സ്വിമ്മിങ് തുടങ്ങിയ എക്സസൈസുകളൊക്കെ ഇതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്നത്തെ ജീവിതശൈലി നമുക്കറിയാം, എല്ലാവരും ഇരുന്ന് കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇരുന്ന് കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫീച്ചർ MI ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഐഡിൽ അലേർട്ട് എന്നാണ്. ഒരുപാട് നേരം നമ്മൾ ഇനാക്ടിവിറ്റി ആയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാൻഡ് നമ്മൾ റിമൈൻഡ് ചെയ്യും, നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് എന്നുള്ള റിമൈൻഡർ ബാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എത്ര കലോറി ബേൺ ചെയ്യുന്നുണ്ട്, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തു, അതിന് എത്ര കലോറി നമ്മൾ ബാൻ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സാണ് ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു സ്മാർട്ട് വാച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ ഗാലക്സി വാച്ച് അതുപോലത്തെ വാച്ചസൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. 40,000 35,000 ഒക്കെ പ്രൈസ് വരുന്ന നമുക്ക് ഒരു 2300 രൂപയ്ക്ക് നമുക്ക് ഈ സ്മാർട്ട് ബാൻഡ് വാങ്ങിക്കാൻ സാധിക്കുന്ന ഈ ഫിറ്റ്നസ് ഫീച്ചേഴ്സിന് അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് ഇതിൽ MI ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അത് ഏതൊക്കെയൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കോളാണ്, കോൾ സെറ്റിങ്സ് ആണ്. നമുക്ക് കോൾ വരുന്ന സമയത്ത് നമുക്ക് ഇൻകമിങ് അലേർട്ട് നമുക്ക് ലഭിക്കും. കോൾ നമുക്ക് സൈലൻറ്റ് ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ നമുക്ക് ഈ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ആരാണ് കോൾ ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ബാൻഡിൽ നോക്കിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ആരാണ് കോൾ ചെയ്യുന്നത്. ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാൻ സാധിക്കും. അത് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മിസ് കോൾ അലേർട്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരാണ് വിളിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ബാൻഡിൽ അവൈലബിൾ ആണ്. 24 hours നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് വാട്സപ്പില്ലാതെ സാധിക്കില്ല. സോ നമ്മുടെ ഫോണിൽ ഏതൊക്കെ മെസ്സേജുകളാണ് വരുന്നത്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ നോട്ടിഫിക്കേഷൻ, ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസ് നമുക്കിത് ലഭിക്കും. ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, എന്താണ് മെസ്സേജിൻ്റെ ബോഡി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ്നസ് ബാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ കൂടെ MI ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മ്യൂസിക് കൺട്രോളാണ്. ഓൺ ദ ഗോ നമ്മളെല്ലാവരും മ്യൂസിക് എൻജോയ് ചെയ്യുന്നവരാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മ്യൂസിക് എൻജോയ് ചെയ്യുന്നവരാണ്. ആ മ്യൂസിക് എൻജോയ് ചെയ്യുന്നവർക്ക് മ്യൂസിക് ഫുള്ളി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോപ്പർ മ്യൂസിക് പെയർ പോലെ തന്നെ നമുക്ക് ട്രാക്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. വോളിയം ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ ട്രാക്സ് നമുക്ക് പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം,
നമ്മുടെ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് സോങ്സ് ലിസൺ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കംപ്ലീറ്റ് മ്യൂസിക് കൺട്രോൾ MI ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ടൈമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്ക്, ജിമ്മിൽ പോകുന്ന ആളുകൾക്ക്, വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ നമ്മൾ കൃത്യമായ സമയം വെച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ടൈമർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. അതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല, അല്പം നേരത്തേക്ക് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് യാതൊരുവിധ അലേർട്ടും ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന മോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫൈൻഡ് ഫോൺ എന്ന ഫീച്ചർ ഇതിൽ MI ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഫോണൊക്കെ മറന്നു വെക്കുന്ന ആളുകളാണെങ്കിൽ, മറവില്ല ആളുകളാണെങ്കിൽ പലർക്കും ഷോർട്ട് മെമ്മറി വളരെ കുറവാണ്. ചിലപ്പോൾ നമ്മൾ ഫോണ് തൊട്ടടുത്തൊക്കെ മറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ തിരഞ്ഞിട്ട് സമയമില്ലാത്ത സമയത്തായിരിക്കും നമ്മൾ തിരയുന്നുണ്ടാവുക. അങ്ങനത്തെ ആളുകൾക്ക് ഫൈൻഡ് ഫോൺ ഫീച്ചർ ഉപയോഗിച്ച് ഈ ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് റിങ് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു ഫീച്ചർ ഇതിൽ MI ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ചിട്ട്, ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സിനെ കുറിച്ച് ഏകദേശം ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 24 hours അല്ലെങ്കിൽ നമ്മൾ ഊരിയിട്ട് അത് വീണ്ടും ചാർജ് ചെയ്ത് ഇടുന്നത് വരെ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ കെട്ടി നടക്കുന്നൊരു സാധനമാണ്. ഞാനൊന്നും ബാൻഡ് നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഒന്നും മാറ്റി വെക്കാറില്ല. സ്വിമ്മിങ്ങിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ബാൻഡ് കെട്ടിയിട്ട് തന്നെയാണ് നടക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം, അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതിൽ മാത്രമേ നമുക്കത് അത്രയും സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ നമുക്ക് ആ ഭാഗങ്ങളൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് LED ഡിസ്പ്ലേ ആണ്. അതും വളരെ ഹൈ ക്വാളിറ്റി ക്രിസ്പ് ആൻഡ് ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് എത്ര സൺലൈറ്റിലാണെങ്കിലും എത്ര ബ്രൈറ്റ്നസ്സിലാണെങ്കിലും ഡിസ്പ്ലേയിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിന് MI വളരെ രസകരമായ ഒരുപാട് വാച്ച് ഫേസസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാച്ച് ഫേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇഷ്ടമുള്ള വാച്ച് ഫേസ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആപ്പിലൂടെ സിങ്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സോളിഡ് ആൻഡ് സ്റ്റേർഡി ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് ഡിസൈനാണ് MI ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് നിറക്കി വെക്കുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസറാണ് ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഭാഗം കാണുന്നതാണ് ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ. ഈ സെൻസറും നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇത് ഏകദേശം എല്ലാ സമയത്തും നമുക്ക് തരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ ബാൻഡ് എന്ന് പറയുന്നത്. കാരണം ഈ ബാൻഡ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആകണം. പോളിയൂത്തേറിൻ എന്ന മെറ്റീരിയലാണ് MI ബാൻഡിന് ഉപയോഗിച്ചുള്ളത്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ സ്റ്റേർഡിയാണ്, അതുപോലെ തന്നെ വളരെ ടൈറ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കെട്ടി വെച്ച് നടക്കാവുന്നതാണ്. യാതൊരു ഇഷ്യൂസും ഇല്ല. വെള്ളം തട്ടുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകുമ്പോഴോ പ്രോബ്ലംസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ബാൻഡ് തന്നെയാണ് MI ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു ദിവസം എനിക്കൊരു 4 to 5% ചാർജാണ് ഞാൻ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഓൺ ആക്കിയിട്ടും എനിക്ക് കിട്ടുന്നത്. അതായത് ഓൾമോസ്റ്റ് 20 days ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് അഷ്യൂർഡാണ്. മറ്റുള്ള വില കൂടിയ പല സ്മാർട്ട് ബാൻഡുകളും 4 days or 5 days ആണ് ചാർജ് കൊടുക്കുന്നത്. അപ്പോഴാണ് MI നമുക്ക് 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന 135 mAh ബാറ്ററിയുടെ ചാർജ് നമുക്ക് തരുന്നത്. 20 ദിവസത്തോളം നമുക്ക് നമ്മുടെ ബാൻഡ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബാൻഡ് ചാർജ് ചെയ്യേണ്ട കാര്യം നമുക്ക് അങ്ങനെ മറന്നു കളയാം. അത്രയും രീതിയിലാണ് MI ഇതിന് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. ഈ ക്യാപ്സ്യൂളിൽ ഇറക്കി വെച്ചുകൊണ്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫാണ്. 5 ATM വരെ ഇത് വാട്ടർ പ്രൂഫാണ്. നിങ്ങൾ പൂളിലോ അല്ലെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ നമ്മൾ നീന്താൻ പോകുമ്പോഴോ ഒന്നും നമുക്കിത് അഴിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ചും കണക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. MI ഫിറ്റ് എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. MI ഫിറ്റ് എന്നുള്ളത് മുൻപ് ഏതെങ്കിലും ബാൻഡ് യൂസ് ചെയ്തവർക്ക് അറിയാം. അത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്പാണ്. കുറേ ഡാറ്റാസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഈ ആപ്പ് എന്ന് പറയുന്നത് iOS-ലും ആൻഡ്രോയിഡിലും ഒരേപോലെ ലഭ്യമാണ്. സോ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ബാൻഡ് യൂസ് ചെയ്യുന്നതാണ്. ഈ ബാൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ കമ്പാനിയനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ബാൻഡിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഒരു കോൺ എന്ന് പറയാവുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 2-wheeler ഉപയോഗിക്കുമ്പോഴോ വളരെ സ്ലോ ആയിട്ട് പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഇത് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ MI കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അത് അവർ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് അവർ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ആമസോണിൽ ഈ പ്രോഡക്റ്റ് ലഭ്യമാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ഒരു ബാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാൻഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.